ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാരി തന്നെയാണ്. പക്ഷെ സാരിക്കൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡിഫറൻസ് എന്നറിയാമോ? നമ്മളുടെ ചാനലിൽ ഇതുവരെ കൊണ്ടുവരാത്ത സാരിയാണ്. നമ്മൾ സെമി മൊഡാലിൻ്റെ സാരികളൊക്കെ പല പ്രാവശ്യം പല റേറ്റിലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പ്യുവർ മൊഡാലിൻ്റെ സാരികളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒത്തിരി സാരിയിൽ 2 സാരി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറയാറില്ല, ഇതിന് ഡിമാൻഡ് വരുവാണെങ്കിൽ വീണ്ടും കൊണ്ടുവരും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരുപാട് സാരി കൊണ്ടുവന്ന് വെച്ചാൽ ചിലപ്പോൾ പോയില്ല എന്ന് വരും. അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 2 സാരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 1-2 പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർ കാണുവാണെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളണം കേട്ടോ. 1-2 പേര് എന്നോട് നേരത്തെ പറഞ്ഞു പ്യുവർ മൊഡാലിൻ്റെ സാരികളൊക്കെ കൊണ്ടുവരാമോ വാങ്ങിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ അങ്ങനെ തന്നെ അങ്ങോട്ട് പറയുക. ഞങ്ങൾ വാങ്ങാൻ നോക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു റേറ്റ് അനുസരിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മാഡത്തിൻ്റെ ചാനലിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു റീസണബിൾ റേറ്റ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനത്തെ സാരി കൊണ്ട് തരാമോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പിക്ക് വരെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് കേൾക്കണുണ്ടാവും. ഒരു ബാങ്ക് എംപ്ലോയി ആണ് പുള്ളിക്കാരി. അപ്പം അങ്ങനെയൊക്കെ 1-2 പേര് എൻ്റെ അടുത്ത് പ്യുവർ മൊഡാൽ സാരികൾ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പം ആ സാരികളാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. 2 സാരികളുള്ളൂ. സാരികൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. മൊഡാലും സെമി മൊഡാലും ഒക്കെ നമുക്ക് കയ്യിലെടുക്കുമ്പം തന്നെ അറിയാം കേട്ടോ. എന്തോ അതിൻ്റെ ഡിഫറൻസ് നമുക്കത് കയ്യിലേക്ക് പിടിക്കുമ്പോഴേ നമുക്കറിയാം അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന്. ഫസ്റ്റ് സാരി ഇതാണ് കേട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കിക്കേ, നല്ല ഡാർക്ക് നേവി ബ്ലൂ കേട്ടോ. ഡാർക്ക് നേവി ബ്ലൂവും റെഡും പിന്നെ അജ്രക് പ്രിൻറ്റും. അതാണ് ഇതിൻ്റെ ഒരു വർക്ക്. ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ വരും കേട്ടോ. പ്യുവർ മൊഡാൽ എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് നിങ്ങൾക്ക് ഇത് ഞാൻ 1 ലെയറിൽ ഒന്ന് പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. പിടിക്കുമ്പോഴേ നമുക്കറിയാം ഇത് എന്തോ ഒരു സോഫ്റ്റ് ആണെന്നുള്ളത് കേട്ടോ. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതാണ് അത് പ്യുവറിൻ്റെ വ്യത്യാസവും സെമിയുടെ വ്യത്യാസവും. എല്ലാത്തിനും നമ്മൾക്ക് വില കൊടുക്കുന്നത് അനുസരിച്ച് എല്ലാത്തിനും റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇതിന് മുന്താണി വരുന്നത് കണ്ടോ. പ്യുവർ മൊഡാലിലാണ് നമ്മൾക്ക് ഇങ്ങനത്തെ മുന്താണിയിൽ ഇതാ ഇതുപോലത്തെ അജ്രക് പ്രിൻ്റ് വന്നിട്ട് കണ്ടോ. ഇവിടെ മുതൽ അജ്രക് പ്രിൻ്റാണ് വരുന്നത്. ഇതാ ഇവിടെ മുതലാണ് മുന്താണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ അജ്രക് പ്രിൻ്റ് വന്നിട്ട് നോക്കിക്കേ, താഴേക്ക് വരുംതോറും കണ്ടോ ഇങ്ങനെ ഒരു ബോർഡർ കിട്ടും. അത് പ്യുവർ മൊഡാലിലാണ് നമുക്ക് കിട്ടുക കണ്ടോ. ഇതിന് പറയുന്നതാണ് ലക്കടി പട്ട ബോർഡർ എന്ന് പറയും അവർ. ലക്കടി പട്ട എന്നാണ് ഇതിന് അവർ ഹിന്ദിക്കാർ പറയുന്ന പേരാണ് കണ്ടോ. ലക്കടി എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ലേ, ലക്കടി എന്ന് വെച്ചാൽ മരത്തിനാണല്ലോ ലക്കടി. ലക്കടിയുടെ പട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് തൊലിക്കാണ് പട്ട എന്ന് പറയുക. ഏകദേശം അതുപോലെയല്ലേ ഇതിരിക്കുക. അതുകൊണ്ടാണ് അവരിതിന് ലക്കടി പട്ട ബോർഡർ എന്നാണ് ഇതിന് പറയുക. ഇങ്ങനെ വരും ബോർഡർ. മുന്താണി തൈ കാണുന്നതാണ് കണ്ട. പിന്നെ മുന്താണിയാണ് ഇതിൻ്റെ ഭയങ്കര ഹൈലൈറ്റ് കേട്ടോ. ഇങ്ങനെ വരും മുന്താണി. അത് ഈ ബ്ലൂവും കൂടെ ആയതുകൊണ്ട് ഈ ബ്ലൂ റെഡ് ഒരു നല്ലൊരു കോമ്പിനേഷനുമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ബാന്ധിനിയിലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ. ഇതാണ് ഇതിൻ്റെ സ്റ്റഫ്. ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ബാന്ധിനി പാറ്റേണിലാണ് ബ്ലൗസ് പീസ് വരിക. നമ്മളിതിൻ്റെ ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. കാരണം ഇത്രയും പ്യുവർ മൊഡാൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല റേറ്റിൽ വരുന്ന സാരിയാണല്ലോ. സെമി ആണെങ്കിലും ഒന്നും നമ്മൾ അങ്ങനെ അടുക്കി കുത്തി അങ്ങനെ ഉടുക്കാറില്ല. അത് സിംഗിൾ പ്ലീറ്റൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ ഉടുക്കുക. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ ഇരിക്കും സാരിയുടെ ഒരു വ്യൂ. ഇതാണ് സാരി. ഇനി ഈ സാരിയുടെ റേറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ചാനലിലും എനിക്ക് തോന്നുന്നില്ല ഈ റേറ്റിൽ ഈ സാരി കിട്ടുമെന്ന്. 2850 ആണ് ഞാനിപ്പോൾ ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നതാണ് കോമ്പിനേഷൻ. ഈ സെയിം സാരിയുടെ ഒരു പിക്കാണ് എനിക്ക് പുള്ളിക്കാരി അയച്ചു തന്നത്. അപ്പം കാണുമ്പോൾ ആദ്യം തന്നെ കണ്ടാൽ ആദ്യം തന്നെ വാങ്ങിക്കാം. അജ്രക്കാണ് പാറ്റേൺ. ഇതിനകത്തും സെയിം ലക്കടി പട്ട ബോർഡറിലാണ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. പിന്നെ അജ്രക്കിൻ്റെ പ്രിൻ്റ് വരും ഇതുപോലെ. മുന്താണി ഇതാ ഇങ്ങനെ വരും.
ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. സാരിയുടെ ബ്ലൗസ് പീസിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ആണ് ബ്ലൗസ് പീസിൻ്റെ പ്രിൻ്റ് വരുന്നത്. രണ്ടിൻ്റെയും ചെറിയ ചെറിയ പ്രിൻ്റാണ്. അതിൻ്റെ ഒരു ബാന്തിനി പ്രിൻ്റായിരുന്നു, ഇതിൻ്റെ വേറൊരു ചെറിയ പ്രിൻ്റാണ് വരുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ പാറ്റേൺ വരും കേട്ടോ. ഇങ്ങനെ വരും. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ഫംഗ്ഷൻസിനൊന്നും നമ്മൾ പണ്ടത്തെ പോലെ കാഞ്ചീപുരം ഒന്നും അല്ല ഇപ്പോൾ ഉടുക്കുന്നത്. സിൽക്ക് സാരികളൊക്കെ പോയിട്ട് എല്ലാവരും മൊഡാലിൻ്റെ സാരികളൊക്കെയാണ് ഉടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉടുക്കാൻ പറ്റിയ സാരിയാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ തയ്ച്ചിട്ടിട്ട് സാരി ഉടുക്കും. അങ്ങനെയാണ് ഈ സാരി വരുന്നത് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത് 2850 രൂപയാണ് കേട്ടോ. സാരി കണ്ടില്ലേ എല്ലാവരും നന്നായിട്ട്. രണ്ടിലും ലക്കടിപ്പട്ട ബോർഡർ വരുന്നുണ്ട് കേട്ടോ. മൊഡാലും അങ്ങനത്തെ സാരികളൊക്കെ അല്ലേ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ട്രെൻഡിങ് ആയിട്ട് ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും എടുത്തുകൊണ്ട് വരണത്. അല്ലാതെ പണ്ടത്തെ ടൈപ്പ് സാരികളൊന്നും ഇപ്പോൾ അധികം ഇല്ല. പിന്നെ ചിലരിങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ട് ഉടുക്കണം എന്നുള്ളവർ അത് ഉടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാൻ വളരെ റീസണബിൾ റേറ്റ് ആണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. അപ്പം വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് സ്വന്തമാക്കിക്കോളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.